ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഫെമി മുനീർ. ഇന്ന് നമുക്ക് ഈദ് സ്പെഷ്യൽ അൽഫാം മന്തി തയ്യാറാക്കിയെടുക്കാം. ചിലരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അൽഫാം മന്തിയുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ അൽഫാം മന്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെല്ല ബസ്മതി റൈസാണ് യൂസ് ചെയ്തത്. വൈറ്റ് സെല്ല ബസ്മതി റൈസ്. നിങ്ങൾക്ക് ഗോൾഡൻ സെല്ലയും കിട്ടും, വൈറ്റും കിട്ടും. പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് വൈറ്റ് സെല്ല ബസ്മതി റൈസാണ്. ചിലർക്കൊക്കെ ഈ സെല്ല ബസ്മതി ഇഷ്ടമില്ലാത്തത് ഉണ്ടാവും. അവർക്ക് സാധാ നമ്മുടെ ബസ്മതി റൈസ് വെച്ചിട്ടും ഈ മന്തി തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതിന് കുറച്ച് വേവ് ഉണ്ടാവും. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു മന്തി മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 4 ഏലക്ക, 1 ടീസ്പൂണ് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 3 കാശ്മീരി മുളക് പൊടി, ഒരു ബേ ലീഫ്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു നല്ല മണം വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് മന്തി മസാല, ഈ മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഈ മന്തി ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പൊടികൾ ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറയെ ജിഞ്ചർ പൗഡർ, ഇഞ്ചി പൊടി, ഇത് നിങ്ങൾ വാങ്ങേണ്ടി വരും. പിന്നെ 1 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. സാധാരണ മന്തിയിൽ അവർ പാപ്രിക്ക പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ട് മന്തി മസാല തയ്യാറാക്കാറുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചിക്കന്, മുഴുവനായിട്ടുള്ള ഒരു ചിക്കന് ഒരു 6 പീസാക്കിയിട്ട്, വലിയ 6 പീസാക്കിയിട്ടാണ് എടുത്തത്. അതിൽ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നിറയെ മന്തി മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർക്കാം. പിന്നെ ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും നിങ്ങളിത് വെക്കണം. നിങ്ങളൊരു ഓവർനൈറ്റ് മാരിനേഷൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അരി നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ല ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം. ഇനി ചോറുണ്ടാക്കാനായിട്ട് ഒരു വലിയ പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 3 ഉള്ളി, 3 തക്കാളി, 1 ടീസ്പൂണ് വെളുത്തുള്ളി, 2 ഉണക്കനാരങ്ങ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. 2 ടേബിൾ സ്പൂൺ നിറയെ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മുഴുവൻ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി ഉണ്ടാവും. പിന്നെ 3 തക്കാളിയും എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. 2 ഉണക്ക നാരങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മന്തി മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നിറയെ മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്തത്. നമ്മൾ ഉള്ളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ മന്തി മസാല ചേർത്തിട്ടുണ്ട്. വേറെ സ്പൈസസ് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട്. ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ ആദ്യം ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന്
ഫ്രൈ ആക്കിയെടുക്കുക. ഫ്രൈ അല്ല, ഒന്ന് അവിടെ ഒന്ന് നമ്മളൊന്ന് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കണം. ആ സമയം കൊണ്ടൊന്നും ഫ്രൈ ആവില്ല. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ആയതിന് ശേഷം മറ്റേ ഭാഗം ഒരു 5 മിനിറ്റ് ഒരു ഭാഗം, ഒരു 5 മിനിറ്റ് മറ്റേ ഭാഗം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കണം. ഞാൻ 1 കിലോ റൈസാണ് എടുത്തത്, അതായത് 4 കപ്പ് റൈസ്. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ടോട്ടലി 7 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചോറിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം അപ്പോഴേക്ക് തിളച്ച് വരും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ സാദാ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പിന് 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം മതിയാകും. ഇത് സെല്ലാ ബസ്മതിക്ക് കുറച്ച് നല്ലോണം വെള്ളം വേണം, വേവുള്ള അരിയാണ്. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പിന് 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ 1 കിലോ അരിയാണ് ഇടുന്നത്. 1 കിലോൻ്റെ ചോറാണ് ഉണ്ടാക്കുന്നത്, മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കനിലേക്ക് പുരട്ടാനായിട്ട് അത് നമുക്ക് ഉണ്ടാക്കാം. അതിനിടയിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച ഈ സോക്ക് ചെയ്ത് വെച്ച അരി നമുക്ക് നമ്മുടെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചോറ് അവിടെ വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഇതിന് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കനിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഇതിലിട്ടിട്ട് വേവിച്ചത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചോറ് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നമ്മുടെ ഉണ്ടാക്കി വെച്ച മന്തി മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നമ്മുടെ ചിക്കൻ്റെ പുറത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തും നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ നമ്മളൊരു പാനിൽ ഇട്ടിട്ട് ഒരു ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ ഗ്രിൽ പാന്, അല്ലെങ്കിൽ നമ്മൾ സാധാ തവയോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടർ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു തവയിൽ ഞാൻ ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബട്ടറും നമ്മുടെ പൊടിയൊക്കെ ബ്രഷ് ചെയ്ത ചിക്കൻ നമുക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾ ഓവൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവണിൽ വെച്ചിട്ട് ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുത്താൽ മതി. ഞാനിതുപോലെയാണ് ചെയ്യാറുള്ളത്. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മൾ അൽഫാം ചിക്കൻ മന്തിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പലരും പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മുടെ ചോറ് അവിടുന്ന് വേവുന്നുണ്ട്. ചോറ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ റൈസ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെല്ലാ ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചത്. 1 കപ്പിന് 1.25 കപ്പ് എന്നുള്ള അളവിൽ. ഇത് വേവുള്ള അരിയാണ്. മറ്റേ സാദാ ബസ്മതി റൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്ര അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 കപ്പിന് 1.5-1.25 കപ്പ് മതിയാകും.
ഇതാ നമ്മുടെ ചിക്കൻ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. നമ്മൾ ബട്ടറിലാണ് ഇതൊന്ന് മൊരിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള ഇത് ഞാൻ ഇതിന് മുകളിലൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മന്തി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് കൂടുതൽ വീഡിയോസൊക്കെ ഇടാനും അതൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഏകദേശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കൊരു കോള് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇതാക്കിയ ചിക്കൻ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് സ്മോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു മന്തിയുടെ അടിപൊളി ഫ്ലേവറൊക്കെ നമുക്ക് നമ്മുടെ റൈസിലും ചിക്കനിലൊക്കെ വരും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ സൽസ ഉണ്ടാക്കാം. ഒരു ചോപ്പർ എടുക്കണം ഇതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെയാണ് പൾസ് മോഡിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഇതിൽ കിട്ടാൻ. ചോപ്പറിൽ ഞാൻ കുറച്ചധികം തക്കാളി, 2 പച്ചമുളക്, കുറച്ചധികം മല്ലിയില, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് പഞ്ചസാര, ഒരു 2 അല്ലി വെളുത്തുള്ളിയുടെ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മുടെ ഈ ടൊമാറ്റോ സൽസയുടെ നമ്മുടെ ചോപ്പറിൽ ചെയ്യുമ്പോഴാണ് നമുക്കിതുപോലെ കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് 2-3 തവണ ഓണാക്കി ഓഫാക്കി ചെയ്തെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോകും. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൽസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ മന്തി റൈസ് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യൽ അൽഫഹാം ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.